കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ചുവപ്പിൽ നിന്നും കൈപ്പത്തിയിലേക്ക് മാറുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 10 ജില്ലകളിലെ ജനവിധി പ്രവചിക്കുന്ന മനോരമ ന്യൂസ് VMR പ്രീ പോൾ സർവേ ഫലങ്ങൾ പിണറായി വിജയന്റെയും CPMന്റെയും അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഴിമതിയും ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും കൊണ്ട് ജനം വിയർപ്പുമുട്ടുമ്പോൾ ഹാട്രിക് വിജയമെന്ന CPMന്റെയും പിണറായിയുടെയും വ്യാമോഹം കനൽ കെട്ടടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വടക്കൻ കേരളത്തിലെ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നു വീഴുന്നു. 48 സീറ്റുകളിൽ UDF 34 സീറ്റുകൾ വരെ നേടും എന്ന് പ്രവചിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് അടിപതറുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മലപ്പുറത്ത് മുസ്ലിം ലീഗ് തരംഗം വീശിയടിക്കുമ്പോൾ അവിടെ 16ൽ 16 സീറ്റും നേടി UDF ചരിത്രം കുറിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂരിലും പാലക്കാടും മാത്രമാണ് ഇടതിന് നേരിയ ആശ്വാസമെങ്കിലും കോഴിക്കോട്ടെ വോട്ട് വിഹിതത്തിലെ ഇടിവ് CPMനെ ഭയപ്പെടുത്തുന്നുണ്ട്. മധ്യ കേരളത്തിൽ എറണാകുളവും കോട്ടയവും ഇടുക്കിയും UDFനെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞതാണ്. കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയാൽ ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന പിണറായി തന്ത്രം പാളിയെന്ന് സർവേ അടിവരയിട്ട് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ഓരോ വെല്ലുവിളിക്കും മുന്നിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി പകച്ചു നിൽക്കുന്ന കാഴ്ച ഇന്നുകൂടി കേരളം കണ്ടു കഴിഞ്ഞതാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ച പിണറായി വിജയൻ ജനവിധി ഭയന്ന് ഉൾവലിഞ്ഞു ഇരിക്കുകയാണ്. സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും പിൻവാതിൽ നിയമനങ്ങൾക്കുമെതിരെയുമുള്ള ജനങ്ങളുടെ പ്രതിഷേധം വോട്ടായി മാറും. CPMന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പാർട്ടി വിട്ടുപോകുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആഭ്യന്തരമായ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. പശ്ചിമബംഗാളിൽ എന്ത് സംഭവിച്ചോ CPMന് അത് തന്നെ കേരളത്തിലും സംഭവിക്കുന്നു എന്നാണ് ഈ സർവേകൾ അടിവരയിടാൻ പോകുന്നത്. പ്രസ്ഥാനത്തിനകത്തെ ഏകാധിപത്യ പ്രവണതയിൽ മനം മടുത്ത് പുറത്തുപോകുന്നവർ കോൺഗ്രസിന്റെ ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് ആകർഷരാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. BJP മജീഷ് ശരത്തും തൃശൂരിലും അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത പോലും CPMന്റെ വോട്ട് ചോർച്ചയുടെ ഫലമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. വടക്കൻ മധ്യ കേരളത്തിലെ 101 സീറ്റുകളിൽ UDF 65 സീറ്റുകൾ വരെ നേടുമെന്ന് ഉറപ്പായതോടെ ഭരണമാറ്റം കേവലം പ്രവചനമല്ല, യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നു. ഇടതുമുന്നണിക്ക് 24 സീറ്റുകൾ വരെ നഷ്ടപ്പെടുമെന്ന കണക്കുകൾ പിണറായി സർക്കാരിന്റെ അന്ത്യകൂദാശയ്ക്ക് തുല്യം തന്നെയാണ്. വയനാട്ടിലെ 3 സീറ്റും UDF തൂത്തുവാരുമെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് തരംഗത്തിന്റെ ആക്കം കൂട്ടുന്നു. തെക്കൻ കേരളത്തിലെ ഫലങ്ങൾ കൂടി പുറത്തു വരാനിരിക്കവേ കേരളം മാറ്റത്തിനായി ദാഹിക്കുകയാണ് എന്ന് ഈ സർവേ വ്യക്തമാക്കി കഴിഞ്ഞു. 5ാം വാരത്തിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF പ്രവർത്തകർ ആവേശത്തിലാണ്. കോൺഗ്രസിന്റെ തിരിച്ചുവരവും CPMന്റെ പതനവും കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു. പിണറായി വിജയനെ 10 വർഷത്തെ ഭരണത്തിന് വിരാമമിട്ട ജനങ്ങൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്ത് കാട്ടിക്കൊടുക്കുന്ന കാഴ്ചയ്ക്കാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. CPMന്റെ തകർച്ച പൂർണ്ണമാവുകയും കോൺഗ്രസ് കരുത്തോടെ വീറോടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് മനോരമ സർവേയുടെ ഈ ആദ്യ ഫലങ്ങൾ ഉറപ്പിച്ചു പറയുന്നു.